കനത്ത മഴയെ തുടർന്ന് ജനശക്തി തൃക്കാ റോഡിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസം വെള്ളം കയറിയിരുന്നുവെങ്കിലും പിന്നീട് ഇറങ്ങിപ്പോയിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് മൂവാറ്റുപുഴ നഗരത്തിലെ തൃക്കാ റോഡിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ മഴ കുറയുകയും വെള്ളം താഴുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. കഴിഞ്ഞ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ജനശക്തി റോഡിന്റെ ഭാഗമായ തൃക്കാ റോഡിൽ വീണ്ടും വെള്ളം കയറിയത്. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത വിധമാണ് റോഡിൽ വെള്ളം കയറിയിരിക്കുന്നത്. പ്രദേശവാസികളുടെ വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മൂവാറ്റുപുഴ വാഴപ്പള്ളി തൃക്ക ജനശക്തി റിംഗ് റോഡ് വഴിയുള്ള അവസ്ഥ ഇതാണ്. വെള്ളക്കെട്ട് വെള്ളപ്പൊക്കവും പൂർണ്ണമായിട്ട് ഈ പ്രദേശം മുങ്ങിയൊരു സിറ്റുവേഷനിലാണ്. എല്ലാ വർഷവും നമുക്ക് വെള്ളം വരാറുണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മഴ കഴിയുമ്പോൾ തന്നെ വെള്ളം അങ്ങനെ കയറി വരാറില്ല. കഴിഞ്ഞ കുറേ നാളായിട്ട് വാഴപ്പള്ളി മുതൽ തൃക്ക താഴേക്കണ്ടം വരെയുള്ള പ്രദേശങ്ങളിലൊന്നും വയലുകളിലൊന്നും കണ്ടങ്ങളിലൊന്നും കൃഷി ചെയ്യുന്നില്ല നമുക്കറിയാം. അതേസമയം തന്നെ ഈ കണ്ടങ്ങളിലേക്കൊക്കെ വെള്ളം എത്തുന്ന പ്രധാനപ്പെട്ട തോടുകളൊന്നും കൃത്യമായിട്ട് ക്ലീനിങ് നടന്നിട്ടില്ല. എല്ലാ തോടുകളിലും മണ്ണടിഞ്ഞ് കിടക്കുകയാണ്. ഈ കാരണം കൊണ്ടാണ് ഒരു മഴ കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്കിവിടെ ഈ പ്രദേശം വെള്ളത്തിനടിയിലാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. വാഴപ്പള്ളിയിൽ നിന്ന് മൂവാറ്റുപുഴ സ്റ്റേഡിയം ഭാഗത്തേക്ക് വരുന്ന പ്രധാന വഴികളിലൊന്നാണ് ജനശക്തി റോഡ്. ഈ റോഡ് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടെ നഗരത്തിലൂടെ മാത്രമേ ഇപ്പോൾ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കൂ. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച ജനശക്തി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.